നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. മാള കോട്ടമുറിയിൽ വടക്കൻ ഇട്ടീരയുടെ വീട്ടിൽ നിന്നും 4.5 പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച പ്രതിയായ പാറപ്പുറം കൊടിയൻ വീട്ടിൽ ജോമോനെ ഡാൻസ് ഓഫ് സംഘം പിടികൂടി മാള പോലീസിന് കൈമാറി. മോഷണ മുതലുകൾ പ്രതിയിൽ നിന്നും കണ്ടെത്തി. കുന്നംകുളം കാവിലക്കാട് ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ ദേശക്കാർ തമ്മിലടിച്ചു. ആനയെ വരിയിൽ നിർത്തുന്നത് ചൊല്ലിയായിരുന്നു തെക്കുഭാഗം ചിറ്റന്നൂർ ദേശവും സമുന്നയ ചിറ്റന്നൂർ ദേശവും തമ്മിൽ ഉത്സവത്തിന് ഏറ്റുമുട്ടിയത്. ആഴക്കടലിൽ കുടുങ്ങിയ മത്സ്യബന്ധന വള്ളത്തിലെ 40 മത്സ്യത്തൊഴിലാളികളെ ഫിഷറീസ് റെസ്ക്യൂ ബോട്ട് രക്ഷപ്പെടുത്തി കരയിലെത്തിച്ചു. അഴീക്കോട് നിന്നും മത്സ്യബന്ധനത്തിന് പോയ വരാഹം എന്ന വള്ളത്തിൽ കുടുങ്ങി തൊഴിലാളികളെയാണ് അഴീക്കോട് ഹാർബറിൽ എത്തിച്ചത്. വാർത്തകൾ വിശദമായി. മാള കോട്ടമുറിയിൽ മോഷണം നടത്തിയ പ്രതി പിടിയിൽ. വലിയ പറമ്പ് കോട്ടമുറിയിൽ വടക്കൻ ഇട്ടീരയുടെ വീട്ടിൽ നിന്നും 4.5 പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച പ്രതിയായ പാറപ്പുറം കൊടിയൻ വീട്ടിലെ ജോമോനെയാണ് ഡാൻസ് ഓഫ് സംഘം പിടികൂടി മാള പോലീസിന് കൈമാറിയത്. മോഷണ മുതലുകൾ പ്രതിയിൽ നിന്നും കണ്ടെത്തി. കഴിഞ്ഞ ചൊവ്വാഴ്ച പുലർച്ചെയാണ് ഇട്ടീരയുടെ വീട്ടിൽ മോഷണം നടന്നത്. രാത്രി സമയങ്ങളിൽ കാൽനടയായി സഞ്ചരിച്ച് ജനലുകൾ തുറന്നു കിടക്കുന്ന വീടുകൾ കണ്ടാൽ അവിടേക്ക് കയറുകയും ജനലിലൂടെ കൈ കടത്തി ആഭരണങ്ങൾ മോഷ്ടിക്കുകയും ജനലിലൂടെ കൈയെത്തിച്ച് വാതിൽ തുറന്ന് അകത്തു കയറി മോഷണം നടത്തുകയുമാണ് ഇയാളുടെ രീതി. മാളയിലും പരിസര പ്രദേശങ്ങളിലും മോഷണം വ്യാപകമായതിനെ തുടർന്ന് ജില്ലാ പോലീസ് മേധാവി പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുകയും തുടർന്ന് സമാന കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവരെ നിരന്തരം നിരീക്ഷിച്ചതിൽ നിന്നുമാണ് പ്രതിയിലേക്ക് എത്തിച്ചേർന്നത്. മോഷ്ടിച്ച പണം ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നതിനും ആർഭാട ജീവിതം നടത്തുന്നതിനുമാണ് പ്രതി ഉപയോഗിച്ചിരുന്നത്. മോഷണ മുതലുകൾ പ്രതിയിൽ നിന്നും കണ്ടെത്തി. ചാലക്കുടി മാള പോലീസ് സ്റ്റേഷനുകളെ സമാനമായ കേസുകളിൽ ഇയാൾ പ്രതിയാണ്. പ്രതി കൃത്യം ചെയ്യുന്ന ദിവസങ്ങളിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാറില്ലെന്ന് പോലീസ് പറഞ്ഞു. മീഡിയ ടൈം, ചാലക്കുടി. കൊടുങ്ങല്ലൂരിൽ ധനകാര്യ സ്ഥാപനത്തിൽ മോഷണം. കമ്പ്യൂട്ടറുകളും പ്രിന്ററും കവർന്നു. കിഴക്കേനടയിൽ പ്രവർത്തിക്കുന്ന സൂര്യ ഗോൾഡ് ലോൺ എന്ന സ്ഥാപനത്തിലാണ് മോഷണം നടന്നത്. ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് ഷട്ടറിലെ താഴെ മുറിച്ച് അകത്തു കടന്ന മോഷ്ടാവ് സ്ഥാപനത്തിനകത്തുള്ള ലോക്കർ തുറക്കാൻ ശ്രമം നടത്തിയെങ്കിലും ഫലിച്ചില്ല. ഇന്ന് രാവിലെ സ്ഥാപനം തുറക്കാനെത്തിയവരാണ് മോഷണ വിവരം അറിഞ്ഞത്. ഡോഗ് സ്ക്വാഡും ഫോറൻസിക് വിദഗ്ധരും തെളിവെടുപ്പ് നടത്തി. കുന്നംകുളം കാവിലക്കാട് ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ ദേശക്കാർ തമ്മിലടിച്ചു. ആനയെ വരിയിൽ നിർത്തുന്നത് ചൊല്ലിയായിരുന്നു തെക്കുംഭാഗം ചിറ്റന്നൂർ ദേശവും സമുന്നയ ചിറ്റന്നൂർ ദേശവും തമ്മിൽ ഉത്സവത്തിന് ഏറ്റുമുട്ടിയത്. തൃക്കടവൂർ ശിവരാജുവിനെയും ചിറക്കൽ കാളിദാസിനെയും ഉത്സവത്തിന് നിർത്തുന്നതിനെ ചൊല്ലിയാണ് സംഘർഷമുണ്ടായത്. ഇന്നലെ രാത്രി 7:30യോടെയായിരുന്നു സംഘർഷം. ചിറ്റന്നൂർ കാവിലക്കാട് ക്ഷേത്രത്തിലെ ഉത്സവമായിരുന്നു ഇന്നലെ. പൂരത്തിൽ കേരളത്തിൽ നിന്ന് വിവിധയിടങ്ങളിലുള്ള തലപ്പൊക്കമുള്ള ആനകളെ പങ്കെടുപ്പിച്ചിരുന്നു. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ പൂരത്തിലെത്തിച്ചേർന്നിരുന്നു. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ നടുവിൽ നിർത്തി തൃക്കടവൂർ ശിവരാജുവിനെയും ചിറക്കൽ കാളിദാസിനെയും അടുത്തു നിർത്താനുള്ള ശ്രമങ്ങളാണ് സംഘർഷത്തിലേക്ക് നയിച്ചത്. രണ്ടാമത്തെ തലപ്പൊക്കമുള്ള ആന ചിറക്കൽ കാളിദാസനാണെന്ന് ഉത്സവ കമ്മിറ്റിക്കാർ വാദിച്ചു. ഇത് സമ്മതിക്കാതെ വന്നത് സംഘർഷത്തിന് ഇടയാക്കുകയായിരുന്നു. സംഘർഷം ഉടലെടുത്തതോടെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ള ആനകളെ പാപ്പാന്മാർ പിറകിലോട്ട് മാറ്റിയത് വലിയ അപകടമൊഴിവാക്കി. സംഘർഷത്തിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. മീഡിയ ടൈം, തൃശ്ശൂർ. എഞ്ചിൻ നിലച്ച് ആഴക്കടലിൽ കുടുങ്ങിയ മത്സ്യബന്ധന വള്ളത്തിലെ 40 തൊഴിലാളികളെ ഫിഷറീസ് റെസ്ക്യൂ ബോട്ട് രക്ഷപ്പെടുത്തി കരയിലെത്തിച്ചു. അഴീക്കോട് നിന്നും മത്സ്യബന്ധനത്തിന് പോയ വരാഹം എന്ന മത്സ്യബന്ധന വള്ളത്തിൽ കുടുങ്ങിപ്പോയ 40 തൊഴിലാളികളെയാണ് ഫിഷറീസ് വകുപ്പിന്റെ സീ റെസ്ക്യൂ ബോട്ട് രക്ഷാപ്രവർത്തനം നടത്തി അഴീക്കോട് ഹാർബറിൽ എത്തിച്ചത്. അഴീക്കോട് നിന്നും 7 നോട്ടിക്കൽ മൈൽ അകലെ നായരമ്പലം തെക്ക് പടിഞ്ഞാറ് കടലിൽ കുടുങ്ങിയ പെരിഞ്ഞനം സ്വദേശി ജിബിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് വരാഹം എന്ന വള്ളം. അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ MF പോൾ, അഴീക്കോട് ഫിഷറീസ് മറൈൻ എയർഫോഴ്സ്മെൻ ഉദ്യോഗസ്ഥരായ VM ഷൈബു, ER ഷിനിൽ കുമാർ, ഫിഷറീസ് സീ റെസ്ക്യൂ ഗാർഡന്മാരായ ഫസൽ, ഷിഹാബ്,
ബോട്ട് സ്റ്റാങ് ദേവസി, ഡ്രൈവർ ഉണ്ണികൃഷ്ണൻ എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പൊയ്യ യൂണിറ്റ് വാർഷിക സമ്മേളനം നടന്നു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ നൈസൻ ഉദ്ഘാടനം ചെയ്തു. സർക്കാർ അതിന് വേണ്ട നടപടിക്രമങ്ങൾ ചെയ്യും എന്നുള്ള ഉറപ്പാണ് ദിവസത്തിലേക്ക് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അത് പറയട്ടെ. അപ്പോൾ ഒരുപാട് പ്രവർത്തനങ്ങൾ പെൻഷനേഴ്സ് യൂണിയൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു സാമ്പത്തിക വർഷത്തിൽ ഇപ്പോൾ കഴിഞ്ഞു. ഇനിയൊരു പുതിയ സാമ്പത്തിക വർഷം തുടങ്ങി ജനുവരിയില്. അപ്പോൾ അതിലൊരു തെരഞ്ഞെടുപ്പ്, പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുത്ത് അടുത്തൊരു സാമ്പത്തിക വർഷത്തേക്ക് അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവാനായിട്ടും കൂടുതൽ ഇതിന്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെട്ട രീതിയിലേക്ക് കൊണ്ടുപോകാനൊക്കെ കഴിയണം. യൂണിറ്റ് പ്രസിഡന്റ് AN സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. KN ഓമന, PS ഷൈലൻ, KK റാഫേൽ, KA ഹനീഫ എന്നിവർ സംസാരിച്ചു. മേലടൂർ ചരിയമ്പറമ്പിൽ ഭദ്രകാളി വിഷ്ണുമായ ക്ഷേത്രത്തിൽ ഉത്സവം ആഘോഷിച്ചു. മുത്തപ്പൻ കളം പൂജ, വീരഭദ്രൻ കളം പൂജ, ദീപാരാധന, നാഗക്കളം എന്നിവ നടന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. മാള കോട്ടമുറിയിൽ വടക്കൻ ഇട്ടീരയുടെ വീട്ടിൽ നിന്നും 4.5 പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച പ്രതിയായ പാറപ്പുറം കൊടിയൻ വീട്ടിൽ ജോമോനെ ഡാൻസ് ഓഫ് സംഘം പിടികൂടി മാള പോലീസിന് കൈമാറി. മോഷണ മുതലുകൾ പ്രതിയിൽ നിന്നും കണ്ടെത്തി. കുന്നംകുളം കാവിലക്കാട് ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ ദേശക്കാർ തമ്മിലടിച്ചു. ആനയെ വരിയിൽ നിർത്തുന്നത് ചൊല്ലിയായിരുന്നു തെക്കുഭാഗം ചിറ്റന്നൂർ ദേശവും സമുന്നയ ചിറ്റന്നൂർ ദേശവും തമ്മിൽ ഉത്സവത്തിന് ഏറ്റുമുട്ടിയത്. ആഴക്കടലിൽ കുടുങ്ങിയ മത്സ്യബന്ധന വള്ളത്തിലെ 40 മത്സ്യത്തൊഴിലാളികളെ ഫിഷറീസ് റെസ്ക്യൂ ബോട്ട് രക്ഷപ്പെടുത്തി കരയിലെത്തിച്ചു. അഴീക്കോട് നിന്നും മത്സ്യബന്ധനത്തിന് പോയ വരാഹം എന്ന വള്ളത്തിൽ കുടുങ്ങി തൊഴിലാളികളെയാണ് അഴീക്കോട് ഹാർബറിൽ എത്തിച്ചത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.